ബാ കേറി 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 ഞാൻ കയറി റെഡി വാ ലെറ്റ്സ് ഗോ പ്ലേ വിത്ത് കാറ്റിനെ ഒന്നിച്ച് കളിക്കാം അല്ലടാ വേറൊരാളുണ്ട് AK-Z എന്ന് പറഞ്ഞൊരു യൂട്യൂബർ ഉണ്ട് ഫ്രീ ഫയർ യൂട്യൂബർ ഓനൊന്നിച്ച് കളിച്ചാലും ഫ്രീ ഫയർ കളിക്കാത്തവരെല്ലാം ഇറങ്ങി പോയിക്കോ എന്നോട് ഫ്രീ ഫയർ കയറിയിട്ട് ആകുമ്പോൾ എല്ല് വേറെ ഗെയിം കളിക്കൊന്നും പറയരുത് എന്നെ ഇടങ്ങാറാക്കരുത് കാര്യം പറയാ അതെന്ന് ഞാൻ പറഞ്ഞു നോക്കാലോ ഇതെന്താ സൗണ്ട് ഇല്ലാത്ത തൊപ്പി 23 അതെന്താ നിന്റെ പേര് ഇതെന്താ തൽക്കാലം ഈ അക്കൗണ്ട് കളിച്ചാ പോരാ വേറെ അക്കൗണ്ട് ആക്കണം എല്ലാം സമയം എടുക്കും വേറെ അക്കൗണ്ട് വേണം ഏത് അക്കൗണ്ട് കളിച്ചാലും ഒരുപോലെ തന്നെയല്ലേ ഈ അക്കൗണ്ട് കളിച്ചാ പോരെ പിള്ളേർ ഭയങ്കര സംഭവട്ടാ അക്കൗണ്ട് വേറെ അക്കൗണ്ട് എടുക്കാൻ പറ്റും പക്ഷെ സമയം എടുക്കും വേറെ കുറെ ആൾക്കാരൊക്കെ അക്കൗണ്ട് ID പാസ് അയച്ചു തന്നിട്ടുണ്ട് പക്ഷെ ടൈം എടുക്കും വേണോ ഇത് പോരാ നമ്മളെങ്ങനെ അതായത് ഇതിലെങ്ങനെ ഫ്രണ്ട് റിക്വസ്റ്റ് അങ്ങനെ ഇടല്ലേ അയ്യോ ഇൻവൈറ്റ് സെർച്ച് ഫോർ എ ഫ്രണ്ട് ഇതന്നെയാണോ അത് ഇതാണോ കാറ്റി ഇതാണ് GTA കളിക്കുന്നേ ഇങ്ങനെ ആയിരുന്നല്ലോ നേരത്തെ അതും കുഴപ്പമില്ല റമദാൻ മാസമാണ് മെസ്സേജ് അല്ല കളിക്കാലോ ജീവിതല്ലേ ഫ്രീ ഫയറിലോ ഞാൻ ആലോചിക്കുന്നു നോമ്പ് കഴിഞ്ഞിട്ട് നോമ്പ് 777 ഉണ്ടല്ലോ പറയുന്ന പോലെ വാക്സ് 777 വാക്സിന് AK-Z ആയിട്ട് കളിക്കണം കേട്ടോ മെയിൻ യൂട്യൂബേഴ്സ് എല്ലാം ആയിട്ട് കളിക്കണം ഇപ്പൊ ഉണ്ടാ 777 ലൈവ് ഉണ്ടാ വാക്സ് ഇപ്പം വന്നിട്ട് സ്പാം വരുന്ന ഒരു പേരാണ് വാക്സ് ആയിട്ട് നമുക്ക് കളിക്കാം കേട്ടോ ലൈവില്ല 18 hours ഇന്നലെ ലൈവ് ഇട്ടില്ല കറക്റ്റ് നമ്മൾ കളിക്കുന്ന ദിവസം ലൈവില്ല ബാഡ് ചോയ് ഇടങ്ങാറാക്കല്ലേ നമ്മ ഫ്രീ ഫയർ പ്ലേയേഴ്സിൽ ഇത്ര പെട്ടെന്ന് ഉറങ്ങുമോ ഇന്ന് ലൈവ് ഇട്ടില്ലല്ലോ ചിലപ്പോ എന്തെങ്കിലും ഇതുണ്ടാവും പിന്നാരാ AK-Z മെസ്സേജ് നോക്കാം നമുക്ക് ഇതല്ലേ AK-Z ഇവനെന്തോ സ്റ്റോറി മെൻഷൻ അടിച്ചിട്ടാ കണ്ടപ്പോ 17 ഹായ് ബ്രോ ഫ്രീ ഫയർ ലൈവ് ആകുമ്പോ പറയണേ എന്തായാലും എല്ലാവർക്കും മെസ്സേജ് അയച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് ലെറ്റ്സ് ഗോ നമുക്ക് കളിക്കാം നല്ല കാറ്റിനെ വിളിച്ചോക്കറ നമ്പർ ഇല്ല നമ്പർ എന്താണ് നമ്പറെല്ലാം വാങ്ങാൻ ഗിവ് യു ID എന്താ ID എന്റെ ID തൊപ്പി 27 37 അല്ലല്ല ഓക്കെ നമുക്ക് കളിക്കാം ലെറ്റ്സ് ഗോ അയ്യോ പോയി Free Fire India is set in a virtual world. റാം കുറഞ്ഞൊരു ഫോണായിരുന്നു real world. Don't worry. അതുകൊണ്ട് എനിക്ക് മെയിൻ്റെനൻസിൽ കളിക്കാൻ പറ്റില്ലായിരുന്നു പിന്നെ ഞാൻ അതായത് ഇത് വെർച്വൽ ഗെയിമാണ് ഇത് റിയൽ അല്ലാന്നാ പറയുന്നത് അല്ല ഞാൻ പറഞ്ഞത് അല്ല ഇതെന്താ അടിച്ചു ഇതിന്റെ ഗ്രാഫിക്സ് കാരണം എന്റെ കമ്പ്യൂട്ടറിൽ ഇത് എടുക്കുന്നില്ലാന്ന് തോന്നേ ഇത് അടിച്ചു പോയാ പ്രശ്നമല്ലോ എന്റെ ഫോൺ അടിച്ചു പോയി എല്ലാവർക്കും അറിയാം കാറ്റിന്റെ അഭിപ്രായം എന്താ ആൾക്കാരെല്ലാരും ഈ ഫ്രീ ഫയർ കാർട്ടൂൺ ഗെയിം എന്നെല്ലാം പറഞ്ഞ് കളിയാക്കുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം കാർട്ടൂൺ ഗെയിം ഇപ്പം ലോ എൻഡ് ഡിവൈസുകാർക്ക് ഇതാണ് ഒരു ബാറ്റിൽ ഗെയിം അതുകൊണ്ടാണ് ഞാൻ അധികം ഇതിനെ കളിയാക്കാത്തത് അതുകൊണ്ടാണ് നമ്മൾ മുന്നേ ഞാൻ നല്ലോണം കളിയാക്കുമായിരുന്നു ഇപ്പൊ ഞാൻ അധികം ഒന്നും പറയല്ല കാരണം ഹൈ എൻഡ് ഡിവൈസ് ഇല്ലാത്തവർക്ക് ഇത് മാത്രമേ ഒരു ആശ്വാസമുള്ളൂ അതുകൊണ്ട് എല്ലാ ഗെയിമും ഞാൻ ഈക്വലി റെസ്പെക്ട് എനിക്ക് BGMI ഇഷ്ടമാണ് ഞാൻ അതും കളിക്കാണെങ്കിൽ അതെ ഇതേതാ സ്ഥലം പീക്കാന്നത് ഇവിടൊക്കെ പണ്ട് നമ്മള് കളിച്ച് പൊളിച്ച നമ്മളെ കളി കണ്ടോ കൺട്രോൾസ് കുറച്ച് പീക്ക് ഇത് ഓർമ്മ ഉണ്ടോ പണ്ട് നോമ്പിന് അല്ല
ഇത് ബൂട്ട് ക്യാമ്പ് പോലത്തെ സ്ഥലല്ലേ പബ്ജി? ഇതെന്താ എനിക്ക് സ്ക്രീനെല്ലാം എന്തെല്ലോ തൊട്ടെല്ലാം കാണിച്ചിരുന്നു ട്യൂട്ടോറിയലല്ലോ. ഞാൻ പൊട്ടനാ. എടാ ഞാൻ തല കറങ്ങുന്നു. ഇതിൽ ഗൈറോ എങ്ങനെ സെറ്റ് ചെയ്ത്? ജൈറോ ഇല്ല, അതാണ് ഇതിന്റെ ജൈറോ ഉണ്ടെങ്കിൽ ഞാൻ ഡെയിലി കളിക്കുക ഗെയിം. ജൈറോ മാത്രമാണ് ഇതിലൊരു കുറവായിട്ട് ഞാൻ കാണുന്നുള്ളൂ. പറന്നു വരുന്ന Skill on cooldown. ഈ സാധനങ്ങളൊന്നും ഇത് ഹോൾഡ് ആക്കാൻ പറ്റുമോ? നമ്മളെ സ്കോപ്പ് മോഡ് ഹോൾഡ് ആക്കാൻ പറ്റുമോ? സ്കോപ്പ് ഹോൾഡ് ആക്കാൻ പറ്റും സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ. വെടി പോകുന്നില്ല. സെറ്റിംഗ്സില് കൺട്രോൾസില് Skill on cooldown. സെറ്റിംഗ്സില് കൺട്രോൾസില് ഒരു മിനിറ്റ്. അതിനകത്ത് ഹോൾഡ് ഫയർ സ്കോപ്പ് എന്ന് പറഞ്ഞിട്ട് കാണുന്നില്ല. ഹോൾഡ് ഫയർ ടു സ്കോപ്പാ? അതോണോ? അതല്ല അതാണോ? നീ അതെന്റെ വെടി പോകുന്നില്ല. അത് സ്നൈപ്പറിനാണ് മോളെ, അതൊന്നും അല്ല. ഒരു മിനിറ്റ്. ഹോൾഡ് ഫയർ മനസ്സിലായില്ല. ഇല്ല എനിക്ക് എന്ത് ചോദിച്ചത് മനസ്സിലായില്ല. അതായത് നമ്മളെ സ്കോപ്പിന്റെ വട്ടം ഞെക്കി പിടിച്ച സ്കോപ്പ് ആവും, ഇളക്കിയ സ്കോപ്പ് പോവും. അതിന് അങ്ങനെ ചെയ്യാൻ എന്താ ചെയ്യണ്ടേ? അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? Skill on cooldown. അങ്ങനെ ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇന്നേവരെ അങ്ങനെ ഇട്ട് കളിച്ചിട്ടില്ല. അതുണ്ടോ? അറിയില്ല. ഈ സ്കോപ്പ് മോഡ് ഉണ്ടല്ലോ, ഇതിപ്പോ ടച്ച് ചെയ്യുമ്പോൾ സ്കോപ്പ് വന്നിട്ട് ടച്ച് ചെയ്യുമ്പോൾ പിന്നെ സ്കോപ്പ് പോയി. ഇങ്ങനെ ഞെക്കി പിടിച്ച സ്കോപ്പ് വന്നിട്ട് ഇങ്ങനെ ഇളക്കുമ്പോ സ്കോപ്പ് പോകണം. അതുണ്ടോ? ഇല്ല. കൺട്രോൾസിന്റെ ഒരു പ്രശ്നം. ഗണ്ണ് റീലോഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആളുണ്ടോ? ഞാനിതിപ്പോ കൊറേ നിങ്ങൾ എവിടെയുള്ള? ഞാനിവിടെ ഞാൻ കാറ്റിന്റെ ഞാൻ കാറ്റിന്റെ എന്റെ അടുത്തുണ്ട്. അല്ല ഞാൻ ഇങ്ങോട്ടാ പറയണ്ട. ഞാനും കാറ്റ് റീലോഡ് ചെയ്യല്. Skill. ആ കണ്ണി തന്നെ ക്ലിക്ക് ചെയ്താൽ മതി. റീലോഡ് അടുത്ത കളിക്കാം. ഇത് നിങ്ങളെന്ത് കാണിക്കില്ല? ഇത് എന്റെ അടുത്ത ആള്. ശരത്ത് ആസ്പാക്കിനോടാ, നിന്നോടല്ല കേട്ടോ കാറ്റി. ഞാൻ കാറ്റിന്റെ ഒപ്പം ഉണ്ട്. ആണോ? എന്നാ ഞാൻ അങ്ങോട്ട് വരണോ? ഇവിടെയാണ് ആളുള്ളത്. പക്ഷെ അവിടെ ആളുണ്ടോ? ഇല്ല, അവിടെ ആളില്ല. ഇതെങ്ങനെ മാർക്ക് ചെയ്യല്ലേ? അത് ഇതിന്റെ ബാക്കില് കാറ്റിയില് തിന്നാനും കുടിക്കാനൊന്നുമില്ല. ഇതില് രക്ഷിക്കണേ. ഞാൻ ഓപ്പണിലാണ്. അന്നാരടിക്കുന്നേ കാണുന്നില്ല. Skill. ഇത് ഫുള്ള് ബോട്ടാണ്. ഞാൻ അടിക്കാം. ബോട്ടൊന്നല്ല, ഇത് പ്ലെയർ. ഓ നൈസ്. കാറ്റ് ഒരു കില്ലെങ്കിലും കൊല്ലാൻ നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യട്ടെ. ഇത് എന്താ ഇത്? കൊടുത്തു ലോങ് റേഞ്ച് റൈറ്റിലുണ്ട്. എനിമിയുള്ള ഇത് കളിക്കാൻ പോവാം നമുക്ക്. അപ്പൊ നമ്മള് കളിക്കാത്തോണ്ട് ബോട്ടിന്റെ ലോകത്തോണ്ടെന്നേ. നിങ്ങൾക്ക് ആക്ച്വലി ലെവല് കുറവായതുകൊണ്ട് അല്ലേ പിന്നെ നിങ്ങള് ബോട്ടാന്ന് പറയരുതായിരുന്നു കാറ്റ്. ഇതിപ്പോ നമുക്ക് കളിക്കാനുള്ള ഫണ്ട് മൊത്തം പോയില്ലേ? അല്ല അപ്പൊ നമുക്ക് റാങ്ക് പോവാം. അല്ല കോൺകർ പുഷാ കാറ്റി. അല്ല ഇതിനകത്ത് നമ്മുടെ ലെവലിനുള്ള പ്ലേയേഴ്സ് ഉണ്ടാവുള്ളൂ. എനിക്ക് ലെവല് കൂടുതലായതുകൊണ്ട് ഫുൾ ബോട്ട് വരാൻ ചാൻസ് ഇല്ല. ഒന്ന് രണ്ടെണ്ണേ അടിക്കുമ്പോ എന്റെ അടുത്ത് അടി ഓറഞ്ച് എടുപ്പിട്ടത് എനിമിയാണ്. അയ്യോ ഞാൻ പിന്നെയും കള്ളി വിളിച്ചടിയായി. വീണ അല്ല പിന്നെ ആരെടുത്തടാ നീ എല്ലാം കളിക്കുന്നത്? അടുത്താള് ആരോടാ കളി? 7 മിനിറ്റാണ് കളിക്കാൻ തുടങ്ങിട്ട്. 8 മിനിറ്റാടാ. പബ്ജി 8 കൊല്ലാണെങ്കിൽ ഇത് 8 മിനിറ്റാടാ. മെഡിക്കറ്റ് ലെവൽ 2 വെസ്റ്റ്. ഷോർട്ട് ഗൺ എടുത്താലോ? ഏതാ ഇതില് അടിപൊളി കണ്ണ്? ഏതാ അടിപൊളി കണ്ണ്? M18 എടുക്കട്ടെ. M18 എടുക്കട്ടെ. Skill on cooldown. പ്ലാസ്മ എന്താ? പ്ലാസ്മ എവിടെ On cooldown. Right there. റാംബോ കളിക്കാറില്ലേ? പോടാ മോനെ 1v1 പറഞ്ഞ ഇതില് 1v1 കാണിക്ക. അല്ല ഇത് കഴിഞ്ഞിട്ട് കണ്ടുണ്ട്.
ഈ ജൈറോ ഇല്ലാത്തോണ്ട് എന്തൊരു അടങ്ങാറാറ് എന്റെ അതെന്തെങ്കിലും അത് അതെ അതെ ഫുള്ള് നമ്മള് സ്ക്രീൻ വെച്ച് കൺട്രോൾ ചെയ്യണം, ഫുള്ള് കൈ വെച്ച് കൺട്രോൾ ചെയ്യണം. എന്തൊരു നേരത്തെ അടിക്കുന്നത് ഞാൻ ഹെൽത്ത് മൊത്തം ഞാൻ കളയാലും നീ അടിക്കല്ലോ. ബുള്ളറ്റ് പോയാണ്ട് അതിനെ കൊന്നിട്ട് ഒരു റീലോഡിന് 30 ഉള്ളൂ, 2 ഓട്ടം റീലോഡ് ചെയ്ത്. ഈ കണ്ണെടുക്കി ഇതിന്റെ ഒരു പിന്നെയും കള്ളി മുളിച്ചടി. ഇത് ഈ കള്ളി മുളിച്ചടിയാന്ന് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയോ? ആ ഞാൻ ഫുള്ള് കുര്യന്റെ മുടി പോലെ ഉള്ളു ഇപ്പൊ. ബുള്ളറ്റ് കഴിഞ്ഞോ? ഇന്ന ബുള്ളറ്റ് തരാം. ഇവിടെ ആള് ബുള്ളറ്റ് ഇല്ലാണ്ട് എങ്ങനെ വെടിവെക്കും? കുറച്ചുണ്ട്. Head there. എടുത്താ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ ഈ ലോങ് റേഞ്ചിൽ വെടിവെക്കാൻ? Double takedown. ലോങ് റേഞ്ചില് ഡ്രാഗ് ചെയ്യണം ഫയർ ബട്ടൺ. ഈ സ്കോപ്പ് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യണം. അല്ല വൈറ്റ് കളർ ഫയർ ബട്ടൺ തന്നെ ഡ്രാഗ് ചെയ്യണമെന്നുണ്ടോ? ഫയർ ബട്ടൺ ഞെക്കിയിട്ട് ഞാൻ ഇപ്പൊ 4 ഫിംഗറോ 5 ഫിംഗറോ ആണെങ്കിൽ ഫയർ ബട്ടൺ ഞെക്കിയിട്ട് സ്ക്രീന് വലിച്ചാ പോരെ? ഡ്രാഗ് ചെയ്താൽ ഫയർ ബട്ടൺ തന്നെ ഡ്രാഗ് ചെയ്യണം. ഫയർ ബട്ടൺ എയിം ലോക്ക് ആവും. അതെ ആണോ? ഫയർ ബട്ടണിൽ എയിം ലോക്ക് ആവുന്നത്. എയിം ലോക്ക് ആയി കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രാഗ് ചെയ്യുമ്പോഴത്തേക്ക് അപ്പൊ 2 ഫയർ ബട്ടൺ ഉണ്ട് ഇതിന്. ഇത്രയും നേരം ലെഫ്റ്റ് ലെഫ്റ്റ് ഫയർ ബട്ടൺ എന്ന് പറഞ്ഞാൽ സ്കോപ്പ് ഓൺ ആക്കി കഴിഞ്ഞിട്ട് നമുക്ക് അടിക്കാനുള്ള 4 ഫിംഗർ ഉപയോഗിക്കുന്ന ആൾക്കാർ ഏത് ഫയർ ബട്ടണാ ലെഫ്റ്റിൽ വെക്കുന്നത്? 2 ഫയർ ബട്ടണും ഉണ്ട്. ഒരെണ്ണം റൈറ്റിൽ നമ്മള് ഷോർട്ട് റേഞ്ച്, റൈറ്റ് റേഞ്ച്. ആ എന്റെ കുമ്മി റാംബോ എന്താ എന്തൊക്കെ ഇല്ലാത് തേങ്ങ ഈ കണ്ണ് നല്ല പാരഫില് ഇതെടുത്തോ. പാരസെറ്റമോളാ ഏതാണ്? പാരസെറ്റ് അല്ല പാരഫില്. ഓക്കെ ഓക്കെ ഓക്കെ. പക്ഷെ ഇതിന് 13 ഉള്ളില്. ആ ഇപ്പൊ കള്ളി വിളിച്ചടിയായി. ഇതെങ്ങനെ ഇത് ഓഫ് പറ്റും? ലെഫ്റ്റ് ഫയർ ബട്ടൺ കൺട്രോൾസിലാണോ? ആ ഓക്കെ. കൺട്രോൾസില് ഓൾവേസ്. ആ പേരപ്പല് കൊള്ളാട്ടാ, നല്ല സൂം ഉണ്ട് ഇതില്. അതില് നന്നായിട്ട് Skill on cooldown. എവിടെ ഏതാത്? എടാ നിങ്ങൾ അടിക്കലടാ, ഞാനും വരട്ടടാ. എന്റെ അടുത്തുണ്ട് അവൻ. എവിടെ വരുന്ന കാറ്റിനെ രക്ഷിക്കാം. എന്റെ അടുത്ത് ഇതെന്ത് ഈ സാധനം? ഞാൻ അടിക്കുന്നൊന്നും കൊള്ളുന്നില്ലല്ലോ. ആ ഓ ഞാൻ ഇപ്പൊ സ്ക്വാഡിനെ വൈപ്പ് ചെയ്ത്. അതെന്താ സാധനം? ഡ്രോണോ? അതെ. പണ്ട് നമ്മൾ നോമ്പിനെല്ലാം കളിക്കുമ്പോൾ ഒരു വൈബ് ഉണ്ടായിരുന്നു. അതിന് കറക്റ്റ് എനിമീനെ വെച്ച് തന്നെ കളിക്കണം മോനാ. ഈ ബോട്ട് വെച്ച് കളിച്ചാൽ ആ ഒരു ഇത് കിട്ടൂല. മാത്രല്ല നമ്മൾ അല്ല ഇപ്പൊ തൽക്കാലം നമുക്ക് റാങ്ക് കളിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പിന്നെന്താ ഇത് CS റാങ്ക് വേണേ കളിക്കാം. നീ എന്തിനാ പിന്നെ ഈ ബോട്ട് ലോബിൽ നമ്മളെ കയറ്റിയ മോളെ? Skill on cooldown. ലെവൽ ഇത്രയേ ഉള്ളൂ. നമ്മള് ബോട്ടായോണ്ടാണ് ഇങ്ങനെ ആയത്. അല്ല ആക്ച്വലി ലെവൽ ഇല്ലാത്തോണ്ടേ റാങ്ക് കളിക്കാൻ പറ്റൂല. 20 ലെവൽ വേണം, അതുകൊണ്ടാ. റിപ്പയർ കിറ്റ് ഉണ്ടോ? അവൻ പ്ലെയറാ. ഞാനാടാ അടിച്ചത്. നാണം മാനം ഉണ്ടാടെ ഒരു തുള്ളി. ഇതെന്നാ കൊന്നത് ആരാന്ന് കാണാത്തെ? കാണുന്നുണ്ടല്ലോ. ഐസ് വളലോട്ട് ഇങ്ങനെ ഒരു കളിയുണ്ട് മോനതായത്. ഇങ്ങനെ ഇട്ടിട്ട് പോകും. ഇത് ഹൈ ലോബിയിൽ പോകുമ്പോഴത്തേക്ക് കഷ്ടമായിരിക്കും കളിക്കാനായിട്ട്. ഇങ്ങനെയുള്ളൊരു കളി കളിക്കണം മുത്തേ. എന്നാ റാങ്ക്ഡ് പ്രാക്ടീസ് ആയി. ഇനഫ് പ്രാക്ടീസ്. അല്ലെങ്കിൽ വേണമെങ്കിൽ കൂടി വേണമെങ്കിൽ കളിക്കാം. ഇത് തീരാറായി. ഇനി 3 പേരും കൂടി ഇത് തീരാറായി. അതെ 6 പേരും കൂടി ഉള്ളു. അതന്നെ 2 പേരും കൂടി. ഇതിൽ ആരേറ്റവും കൂടുതൽ ഇതില് ഫ്രീ ഫയർ സ്കിൽസ് എങ്ങനെ ഉണ്ട്? 5 കില്ല് റാംബോ. മൊത്തം മസിൽ മെമ്മറി 5-6 കൊല്ലം മുമ്പ് കളിച്ചതിന്റെ മസിൽ മെമ്മറി 6 കൊല്ലം പോലെ മോനെ. അതിലും കൂടുതലായിട്ടുണ്ടോ? അവനക്കറിയില്ല മോനെ. അത്രയും ആരാ കൊല്ലുന്ന മോനെ. നീ അതിനെ കൊല്ലണം കിട്ടില്ല. മോനെല്ലാം കുറച്ച് മൂക്കണം. ഫൈനൽ ഫൈറ്റ് ഒരാളെ ഉള്ളു തോന്നല്ലേ? ആ
കില്ലെങ്കിൽ എനിക്ക് താടാ. അയ്യോ ഒറ്റ ഒരുത്തൻ. ഡ്രോൺ അങ്ങനെ നല്ല കളി കളിക്കുന്നു മോനെ. കളിയാക്കാനൊന്നും എനിക്കൊന്ന് എടുത്തില്ല. റാംബോ ഇതിൽ തന്നെയാന്ന് തോന്നുന്നു. ഭയങ്കര ഒരു കോൺഫിഡൻസ്. അത് തീർത്തേക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമ്പോഴത്തേക്ക്. എവിടെ അതാ മോള് ഞാൻ അടിക്കാം എവിടെ എവിടെ? അത് എനിമിന്റെ മുകളിൽ ഇത് കാണിക്കുന്നത് ഓ ഐക്കൺ കാണിക്കുന്നത്. ല്ലേ? ഞാൻ ഡ്രോൺ എവിടുത്തെ? കഴിഞ്ഞു. ഇതെന്താ? ആ ശരി, ബോട്ട് ലോബിയാണ്. ശരിയാണ്, ബോട്ട്സ് തന്നെ. പക്ഷേ ഓക്കെ, പക്ഷേ മോനെ എന്തോ ആദ്യമായിട്ട് ഒരാളെ നിങ്ങൾ ഫ്രീ ഫയർ കളിപ്പിച്ച് നോക്കിയത് അതിനേക്കാളും നല്ല തന്നെ ഇത്. ഞാൻ എത്രയോ കൊല്ലത്തിന് ശേഷം കയറും. ആരാ 4 ലെവല്? 3 റാമ്പോ റാംബോ ആയിട്ട് എനിക്കൊരു 1v1 ഇപ്പം വേണം. ഒരു മിനിറ്റ് ഒരു മിനിറ്റ്